എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ് ആണ്. അത്രല്ലേ എന്താ അല്ലേ, കാലങ്ങൾക്ക് ശേഷം തിയേറ്ററൊക്കെ ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത എല്ലായിടത്തും പല സ്ഥലങ്ങളിലും ബ്ലോക്കും ഒരു സിനിമ റിലീസ് ചെയ്തിട്ടാണ്. അതെ അവസ്ഥ. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മളറിയുന്ന നമുക്കറിയാവുന്ന ഒരു ലോകം അല്ലേ. തീർച്ചയായിട്ടും ആ ലോകത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ടില്ലേ, അത് ഇങ്ങനെ, അതായത് എല്ലാത്തിനും ഫുൾ പോസിറ്റീവ് വന്നിട്ട് കുറച്ച് കാലമായി. അതങ്ങനെ തന്നെയാണ്. അത് ഏത് വിഭാഗത്തിൽ നിന്നും, കുട്ടികളിൽ നിന്നായാലും എല്ലാവരിൽ നിന്നായാലും സ്ത്രീകളിൽ നിന്നായാലും ഒക്കെ. അത് തന്നെ ഒരു പുതിയ കാര്യമാണ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം. കുറച്ച് നാളായി അങ്ങനെ എല്ലായിടത്തുനിന്നും പോസിറ്റീവ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എവിടെ പോയി എത്തുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 150 വരെയൊക്കെ ഇതിന് പ്രതീക്ഷയുള്ളൂ. ഇത് 200 എത്തും, 200 പോക്ക് കണ്ടിട്ട് അങ്ങനെ. കാരണം 2 ദിവസത്തിന്റെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഒന്നാമത് ഇനി വെക്കേഷൻ ടൈമാണ്. ഇനി മലയാള സിനിമ ഇല്ല. ഇനി വരാനുള്ളത് എനിക്ക് തോന്നുന്നു മെയ് 8, 7 അങ്ങനെയൊക്കെ ടൈമൊക്കെ ആവണം. മെയ് 4, 3 ഉണ്ട്. അതൊന്നും ഇതിനെ ബാധിക്കുന്ന വിഷയമായി മാറൂല. അതുകൊണ്ട് തന്നെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം ഒരു 200 കോടി തന്നെ നമ്മുടെ മനസ്സിൽ കാണാം. വേറെ കാര്യമുണ്ട്, അതായത് ഒരു അവറേജ് റിപ്പോർട്ട്, അത് തന്നെ അങ്ങനെ ആ ഒരു അവറേജ് റിപ്പോർട്ട് വന്നാൽ തന്നെ ആരും ഒരു വിഷയമല്ല. അപ്പോൾ ഫുൾ പോസിറ്റീവ് വന്നാൽ ഒരു വിഷയമല്ല ആരും. ഇനി ഏതൊക്കെ മലയാള സിനിമ ഉണ്ടെങ്കിലും ഒരു വിഷയമല്ല. മറ്റേ ഡയലോഗ് തന്നെ പറയണ്ടേ, ഒരു മോനും മാധവനുണ്ടെങ്കിൽ വിഷയമല്ല, അതേപോലെ അതാണ് ഫുൾ പോസിറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിന്തിച്ച് നോക്കണം, അതായത് എമ്പുരാൻ സിനിമക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു അല്ലേ. അതെ, കോമൺ ഓഡിയൻസിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അതിന് അത്രയും കളക്ഷൻ നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫുൾ പോസിറ്റീവ് എന്ന് തുടരും എന്ത് ചെയ്യും കാണാം നമുക്കത്. പിന്നെ ഈ നമ്മളെപ്പോഴും നമ്മൾ പറഞ്ഞല്ലേ, തരുൺമൂർത്തി പറഞ്ഞ പോലെ ആ ഒരു സ്ലീപ്പർ സെല്ല് ഉണർന്നിട്ടില്ലായിരുന്നു എമ്പുരാനിൽ പോലും. അത് ഉണർന്നത് ശരിക്കും തുടരും സിനിമയ്ക്കാണ്. അത് ഇതിന്റെ കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഡേ എന്തായിരുന്നു, സെക്കൻഡ് ഡേ എന്താണ്, ഇനിയിപ്പോൾ തേർഡ് ഡേന്റെ വരാനുണ്ട്, അതെന്തായിരിക്കും എന്നുള്ളതൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ്. ഈ സ്ലീപ്പർ സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് സ്ലീപ്പർ സെൽ ഉണർന്നു എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ടെപ്പേ എന്ന് പറഞ്ഞ സീൻ ഏതാണെന്ന് അറിയോ? കല്യാണനാമല്ലേ, അതിലുണ്ടല്ലോ കുപ്പിയുടെ പൊട്ടിക്കുമ്പോ ഈശ്വര എനിക്ക് അതുപോലെ ആ സാധനം ഓർമ്മയിലൂടെ സത്യമായിട്ട് പെട്ടെന്ന്. അതായത് ഇത് നമ്മുടെ ലാലേട്ടൻ മുണ്ടൊക്കെ മടക്കി കുത്തി ഇറങ്ങുക എന്ന് പറയില്ലേ, സാധനല്ലേ സത്യം. അതുപോലെ ഉണർന്നങ്ങ് ഇറങ്ങി. ലാലേട്ടന്റെ ഹൈ പോസിറ്റീവ് എന്നല്ല, ഹെവി പോസിറ്റീവ് ആണ് ഇപ്പൊ വന്നിട്ടുള്ള റിവ്യൂസ് ഒക്കെ. അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ളത് ശരിക്കും നമ്മൾ ട്രോളുകളൊക്കെ കണ്ടിട്ടില്ലേ, കേരള ബോക്സ് ഓഫീസിനോട് പറയുന്നത് നിനക്ക് നീ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയൂല. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ കണക്കിൽപ്പെടുന്നൊരു കളിയല്ല. നമ്മളെ കൊണ്ട് കണക്ക് കൂട്ടിയാൽ കൂടില്ല. നമ്മളിതിന് മുമ്പ് പല തവണ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടൻ മോഹൻലാലാണ്. ഒരു സംശയ കാര്യത്തിലില്ല. ഇത് ഫാൻസ് ബേസ് വെച്ച് കണക്കില്ല കേട്ടോ. അതെ, അല്ലാതെ അങ്ങേരെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഇല്ല. അത് വേറൊരു സത്യമായിട്ടുള്ള കാര്യം. ഫാൻ ബേസ് മറ്റുള്ളവരെ വെച്ചൊക്കെ നോക്കുമ്പോൾ ഫാൻ ബേസ് കൂടുതലും ലാലേട്ടൻ തന്നെ. ഈ മറ്റുള്ള ആൾക്കാരുടെ ഫാൻസും ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതായത് അത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നമുക്ക് ഇഷ്ടതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരാളുണ്ടാവും, അതിനുശേഷമായിരിക്കും ഓരോരുത്തർ. അങ്ങനെയുള്ളതിൽ മോഹൻലാലിനെ ആദ്യം കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ലാലേട്ടനാണ്. ഓക്കെ, ഇനി അതല്ലാതെ എല്ലാവരും ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോഴും ആൾക്കാരുടെ എണ്ണം കൂടുതൽ അങ്ങോട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഹെവി പോസിറ്റീവ് വരുമ്പോൾ പ്രത്യേകത. അതെ, എന്തായാലും 2 ദിവസം കൊണ്ട് 41 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട്. 2 ദിവസം. അതെ, എന്തായാലും ആ കളക്ഷനിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ വീഡിയോ. ആ വീഡിയോക്ക് വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മച്ചാന്മാരെ, ഒരു മാസത്തിനുള്ളിൽ 200 CR അടിച്ച ഏതെങ്കിലും ഒരു നടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അടുത്ത വീഡിയോ അതായിക്കോട്ടെ എന്ന്. ആ അവതാരത്തിന് ഒരേ ഒരു നാമമേ ഉള്ളൂ, ഒരേ ഒരു രാജാവ്, നമ്മുടെ ലാലേട്ടൻ. അല്ല, ഇങ്ങനത്തെ തുടർച്ചയായിട്ട് അത് ഓരോ മാസത്തിൽ വന്നിട്ട് കോടികൾ അടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. എടാ, അതാരുമില്ല. റെക്കോർഡുകൾ ഉണ്ടാവാം, അതാളിട്ട് തന്നെ. അതല്ലാതെ
ഈ റെക്കോർഡ് ആർക്കുള്ളത്? ആർക്കുമില്ല. അതാ പറഞ്ഞത്. 2 മാസം അത് 200 കോടി. അതും എനിക്ക് തോന്നുന്നു 200-200 എത്താൻ പോകുന്നത്. അത് അതെ, സത്യമായിട്ട് സംഭവിക്കാൻ പോണ അത് തന്നെയാണ്. 200 കോടി ക്ലബിലേക്ക് തന്നെ കയറും. അതെ, ഈ ഒരു കളക്ഷനാണ് പോകുന്നതെങ്കിൽ. കാരണം പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതിന്റെ ടൈം ഇനിയുണ്ട്. സിനിമയ്ക്ക് റണ്ണിങ് നന്നായിട്ട് നടക്കും. അത് സ്ക്രീനുകളും ഒരുപാട് കിട്ടും. ഇനി അതൊന്നും കുറച്ചെങ്കിലും സ്ക്രീൻ മാറണമെന്നുണ്ടെങ്കിൽ 4-ാം തീയതി ലവ്ലി റിലീസ് ആവണം. ട്രെൻഡ് മാറാതിരുന്നാൽ മതി. എന്തെങ്കിലുമൊക്കെ ട്രെൻഡ്, വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം വന്ന് സോഷ്യൽ മീഡിയ മൊത്തം തുടരുന്ന സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇപ്പോൾ. അതിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ട്രെൻഡ് ഒന്ന് മാറും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഡൗൺ ആവും, ചെറിയൊരു വലിയ വരാൻ ചാൻസ് അതേ ഉള്ളൂ. അതായത് അല്ലാതെ ഇനിയൊന്നും സംഭവിക്കാനില്ല. അതെ, തൂക്കി. ഓക്കെ, എന്തായാലും തുടരും സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ 2 ദിവസം കൊണ്ട് 41 CR ആണ് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വേൾഡ് വൈഡ് ഗ്രോസ്. ഓക്കെ, ഇതിലൊരു റെക്കോർഡും കൂടി ഉണ്ട്. അതായത് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോസ്, അത് എമ്പുരാന് ശേഷം. അതേപോലെ അടുത്ത റെക്കോർഡും ഉണ്ട്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 CR 50 കോടി. എമ്പുരാന് ശേഷം രണ്ടാം സ്ഥാനത്ത് വരുന്ന സിനിമ തുടരും. അതെ, എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രം 2ാമത്തെ ദിവസം 7 കോടി കിട്ടിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യ 2 കോടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ടോട്ടലായിട്ട് അതായത് ഓവർസീസും മറ്റും എല്ലാം കൂട്ടിയിട്ട് 24 CR ആണ് 2ാമത്തെ ദിവസം സെക്കൻഡ് ഡേ തുടരും നേടിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ അതിന് മുൻപ് നേടിയത് 17 സംതിങ് ആണെന്നുള്ളതാണ് പിന്നീട് വന്ന കണക്ക് കേട്ടോ. ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രം ഡേ 1 5.24, പിന്നെ ഡേ 2 8.45 ഉണ്ടോ. നോക്കണം, മാറ്റം നോക്കണം. 3-3.5 കോടിന്റെയാണ് വ്യത്യാസം. ഇത് ഹൈപ്പില്ലാത്തോണ്ടാണെങ്കിൽ 5 ഇതിൽ നിന്നത് ആദ്യത്തെ ദിവസവും. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ 41 CR ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൽ തെലുങ്ക് വേർഷൻ, അതായത് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ നമ്മുടെ കീഴിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മലയാളം വേർഷൻ്റെ ആയിരുന്നു. തെലുങ്ക് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 17ന്റെ മുകളിലുണ്ട്. ഏത് ഫസ്റ്റ് ഡേ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 41 സംതിങ് ആണ് മൊത്തം കളക്ഷൻ കിട്ടിയിരിക്കുന്നത് 2 ദിവസം കൊണ്ട്. 3ാമത്തെ ദിവസം ഇതിനേക്കാൾ കൂടും, 70ഒക്കെയാണ് സാധ്യത കണക്കാക്കപ്പെടുന്നത്. കാരണം 25ഓളം സെക്കൻഡ് ഡേ വന്നിട്ടുണ്ടെങ്കിൽ അതും സൺഡേ, അതെ, വേറെ ലെവലായിരിക്കും. എക്സ്ട്രാ ഷോസ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എന്താണെങ്കിലും അത് കളക്ഷൻ ഉറപ്പായിട്ടും ഒരു 70 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 3 ദിവസം കൊണ്ട്, അതായത് ഹയസ്റ്റ് വീക്കെൻഡ് ഗ്രോസ് വരുമ്പോൾ സെക്കൻഡ്, അതും റെക്കോർഡ്, സെക്കൻഡ് റെക്കോർഡ്, 3-4 റെക്കോർഡുകൾ. അതായത് എമ്പുരാന് താഴെ വീക്കെൻഡ് കളക്ഷനിലും 2ാം സ്ഥാനം ഏത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അങ്ങോട്ടും തുടർന്നുകൊണ്ടിരിക്കും. വേറെ ഒരു വർത്താനവും ഇല്ല അതിനകത്ത്. എന്തൊരു മനസ്സുപോലെ നമുക്ക് വേറൊരു ത്രില്ലാണ്. കാരണം ഇനി ഇന്നലത്തെ വരുന്നു, ഇന്നത്തെ എന്താണെങ്കിലും വെക്കേഷൻ ടൈമാണ്. ഇതാണ് ആദ്യം പറഞ്ഞ സാധനം തന്നെ, വെക്കേഷൻ ടൈമാണ്. ഇത് കുറയുക എന്ന് പറഞ്ഞ ഒരു നേരിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനേ ചാൻസ് ഉള്ളൂ. അത് ഇപ്പൊ ഒന്നും കുറയുന്ന സാധ്യത ഇല്ല. അത് ഇതുകൊണ്ട് മെയ് 1 ആവണം. ഇനി റെട്രോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു അന്നത്തെ ദിവസം അത് സിനിമേന്റെ അഭിപ്രായം അനുസരിച്ചിരിക്കും പിന്നീട് അങ്ങോട്ടുള്ളത്. പക്ഷെ എങ്കിലും അതായത് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ആ ഒരു വിഭാഗം ഇങ്ങോട്ട് പോവുള്ളൂ. ഇല്ല, ഒരിക്കലും പോവില്ല. അതെന്താണെങ്കിലും പോവില്ല. അത് ലാലേട്ടന്റെ ടീമാണ്. അങ്ങോട്ടേ ഉള്ളൂ. അതായത് ലാലേട്ടനെ കാണാൻ പോകും അല്ലേ ഒരു വിഭാഗം. അതായത് ലാലേട്ടനെ കാണാൻ പോവുക, അത് വേറൊരു കാഴ്ചയാണല്ലോ. അതായത് മലയാളികൾക്ക് ഒരിക്കലും മടുക്കാത്ത ചില കാഴ്ചകളുള്ളൂ. ഒന്ന് ആന, ലാലേട്ടൻ, ഒന്ന് വിമാനം, ഇത് എത്ര കണ്ടാലും കൊതി തീരൂല. തൃശ്ശൂർ പൂരം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും പൊളിക്കട്ടെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പോവുക. ഇന്നലെ ഒന്നും നമ്മുടെ ഇവിടെ അടുത്തൊന്നും തിയേറ്ററിൽ ടിക്കറ്റ് ഇല്ല. ഒന്നും കൂടി ഒന്ന് പോകണം എന്നൊക്കെ കരുതുന്നു, ശ്രമിച്ചായിരുന്നു. ടിക്കറ്റ് പോട്ടെ, നമുക്ക് അതായത് ചന്തക്കൊന്നും മറികടന്ന് പോകണല്ലോ, നിലമ്പൂർക്കത്തണ്ടേ, അതിന് പറ്റുന്നില്ല. അതിനല്ലേ ചെറിയൊരു ബ്ലോക്കാ, ഒരു ചെറിയ ബ്ലോക്കുള്ളൂ, ഒരു 1/2 മണിക്കൂറൊക്കെ കുഞ്ഞു ബ്ലോക്കുകളാ. അപ്പൊ എന്തായാലും തകർക്കട്ടെ. യെസ്, നമ്മൾ എന്തായാലും പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.